ക്ഷമ. നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ തന്നെ തളർന്നു പോകാറുണ്ട്. എന്നാൽ സമ്പത്തും സന്തോഷവും മക്കളും ആരോഗ്യവും എല്ലാം ഒന്നിനു പുറകെ ഒന്നായി നഷ്ടപ്പെട്ടിട്ടും ഒരു വാക്കുകൊണ്ടുപോലും അള്ളാഹുവിനോട് പരാതി പറയാത്ത ഒരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ ഏറ്റവും മികച്ച ദാസൻ എന്ന് വിശേഷിപ്പിച്ച ക്ഷമയുടെ ലോകപ്രതീകമായ അയ്യൂബ് നബിയുടെ യഥാർത്ഥ ചരിത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കെട്ടുകഥകൾ ഇല്ലാത്ത ഖുർആനും പ്രവാചക വചനങ്ങളും സാക്ഷ്യപ്പെടുത്തിയ ആ വലിയ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അള്ളാഹു അയ്യൂബ് നബിക്ക് ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയിരുന്നു. വിശാലമായ കൃഷിയിടങ്ങൾ, ആയിരക്കണക്കിന് കന്നുകാലികൾ, ഒട്ടേറെ ദാസന്മാർ, സ്നേഹനിധികളായ മക്കൾ, വലിയ സമ്പത്ത്. അതിനെല്ലാമുപരി വളരെ ആരോഗ്യവാനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്നാൽ ഈ സമ്പത്തോ പ്രതാപമോ ഒന്നും അദ്ദേഹത്തെ അഹങ്കാരിയാക്കിയില്ല. രാത്രിയും പകലും അദ്ദേഹം അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ടേയിരുന്നു. പാവങ്ങളെ സഹായിക്കാനും അഗതികളെ സംരക്ഷിക്കാനും അദ്ദേഹം എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. ഒരു പ്രവാചകന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു അയ്യൂബ് നബിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആദ്യം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. കൃഷിയിടങ്ങളും കന്നുകാലികളും ഇല്ലാതായി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾ മരണപ്പെട്ടു. ഒരു നിമിഷം കൊണ്ട് പ്രതാപശാലിയായ ആ പ്രവാചകൻ ഒന്നുമില്ലാത്തവനായി മാറി. എന്നാൽ അയ്യൂബ് നബി പറഞ്ഞത്, അള്ളാഹു എനിക്ക് തന്നു, അവൻ അത് തിരിച്ചെടുത്തു, അവനാണ് സർവസ്തുതിയും എന്നാണ്. പരീക്ഷണം അവിടെയും തീർന്നില്ല. അദ്ദേഹത്തെ കഠിനമായ ഒരു രോഗം ബാധിച്ചു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധം ശരീരം തളർന്നു. രോഗം കണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അദ്ദേഹത്തെ കൈവിട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്നേഹനിധിയായ ഭാര്യ റഹ്മ മാത്രം അദ്ദേഹത്തെ പരിചരിച്ച് കൂടെ നിന്നു. ആളുകൾ രോഗം കാരണം അകറ്റി നിർത്തിയപ്പോൾ അവർ നഗരത്തിന് പുറത്തുള്ള ഒരു ചെറിയ കുടിലിലേക്ക് മാറി. വർഷങ്ങളോളം ഈ കഠിനമായ അവസ്ഥ തുടർന്നു. ഒരിക്കൽ പോലും അയ്യൂബ് നബി അള്ളാഹുവിനെതിരെ പരാതി പറഞ്ഞില്ല. ഒടുവിൽ രോഗം കഠിനമായപ്പോൾ അദ്ദേഹം അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് വിനയത്തോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയ 83 ഇപ്രകാരം ഉദ്ധരിക്കുന്നു: അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. അള്ളാഹു കൽപ്പിച്ചു, നിന്റെ കാൽവിരൽ കൊണ്ട് നിലത്ത് ചവിട്ടുക. ഇതാ കുളിക്കാനും കുടിക്കാനും തണുപ്പുള്ള നീരുറവ. അദ്ദേഹം നിലത്ത് ചവിട്ടുകയും അവിടെ നിന്ന് ഒരു നീരുറവ വരികയും ചെയ്തു. അതിൽ കുളിക്കുകയും അത് കുടിക്കുകയും ചെയ്തതോടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെയും മനസ്സിലെയും എല്ലാ രോഗങ്ങളും മാറി. പഴയതിനേക്കാൾ ആരോഗ്യമുള്ളവനായി അദ്ദേഹം മാറി. അയ്യൂബ് നബിയുടെ ക്ഷമക്കുള്ള പ്രതിഫലം അള്ളാഹു ഈ ദുനിയാവിൽ വെച്ചു തന്നെ നൽകി. നഷ്ടപ്പെട്ടുപോയ സമ്പത്ത് അള്ളാഹു ഇരട്ടിയായി തിരിച്ചു നൽകി. ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് സ്വർണ്ണവെട്ടുക്കിളികളെ വർഷിച്ചു കൊടുത്തു എന്ന്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വീണ്ടും മക്കളെ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ നഷ്ടപ്പെട്ട കുടുംബവും പ്രതാപവും ആരോഗ്യവും എല്ലാം അള്ളാഹു അദ്ദേഹത്തിന് തിരികെ നൽകി. കൂട്ടുകാരെ,
അയ്യൂബ് നബിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠമുണ്ട്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, രോഗങ്ങളോ സാമ്പത്തിക തകർച്ചയോ നമ്മളെ വേട്ടയാടിയാലും, അള്ളാഹുവിൽ വിശ്വസിച്ച് ക്ഷമയോടെ ഇരിക്കുക. കാരണം കഷ്ടപ്പാടുകൾക്ക് ശേഷം തീർച്ചയായും ഒരു എളുപ്പമുണ്ട്. ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ആധികാരികമായ ചരിത്രങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.